മോനെ, അമ്മയില്ലേ മോനെ? അമ്മ ദാ ആരാ വന്ന്? ആര്? ആ ചേച്ചി, അടുക്കളയിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വന്നതാണ് ചേച്ചി. വേണ്ട വേണ്ട, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടാ. ചേച്ചി പോവല്ലേ ചേച്ചി, എന്തേലും ഒന്ന് എടുക്കുക ചേച്ചി. മോളുടെ അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണ്. നമ്മുടെ ഈ വരുമാനം കൊണ്ടാണ് ആ ചികിത്സ വരെ കഴിഞ്ഞു പോകുന്നത്. എൻ്റെ മോളുടെ പഠിത്തം വരെ മുടങ്ങി ചേച്ചി. നമുക്ക് ഈ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ. എന്തേലും ഒന്ന് എടുക്കുക ചേച്ചി. ഇത് മാത്രമേ ഉള്ള, വേറെ ഒന്നുമില്ലേ? ഇത് മാത്രല്ല, വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് ചേച്ചി. ഇത് എത്ര റേറ്റ്? അത് 2 200 ഉള്ളൂ. അയ്യോ, 100 രൂപയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ റേറ്റ് എന്തേലും കുറച്ച് തരാം ചേച്ചി, എന്തേലും ഒന്ന് എടുക്ക്. അയ്യോ, ഇതൊക്കെ റേറ്റ് ഇത്തിരി കൂടുതലാണല്ലോ. വെമ്പായത്തൊന്നും ഇത്രയും റേറ്റ് ഇല്ല. പാറു, ഓ പിടിച്ചോ, ഇപ്പ വരെ നാ വരണാ. എന്തരേട്ടാ? നീ എന്തോന്ന് വേലയിടി കാണിക്കണ? ആ പൊടി കൊച്ചിനെയും കൊണ്ട് പാവപ്പെട്ട ഒരു പെണ്ണുപിള്ള ഇച്ചിരി സാധനം കൊണ്ട് വന്നപ്പോഴത്തേക്ക് നീ അവരോട് വില പേശാൻ നിൽക്കണ. നീ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും ഈ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഫിക്സ്ഡ് റേറ്റ് അല്ലേ, അവിടെ പോയി നിങ്ങൾ ഈ വില പേശു. നമ്മൾ ഓരോ ദിവസവും ഫാസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് എന്തോരം പൈസ ചെലവാക്കണ്ടി. ആ കുഞ്ഞിനെയും കൊണ്ട് ഈ പൊരി വെയിലത്ത് ആ സ്ത്രീ ഇത്രയും വീടുകൾ കയറി ഇറങ്ങണമെങ്കിൽ എന്തോരം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളായിരിക്കും അവര്. ഒരു കാരണവശാൽ ഇതുപോലെ വരുന്ന ആൾക്കാരോടും ഫുട്പാത്ത് ഇരിക്കുന്ന ആൾക്കാരോടും നമ്മൾ വില പേശരുത്. പാവങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഇരിക്കുന്നതാണ്. മക്കളൊരു കാര്യം ചെയ്യും, എന്താ സാധനം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ റേറ്റ് കൊടുത്തിട്ട് ആ സാധനം മേടിച്ചോ, കേട്ടാ? ഇതിൽ നിന്നെല്ലാം ഓരോ പീസ് എടുക്കാം. ആ ശരി ചേച്ചി. അയ്യോ, ഇത്രയും പൈസ വേണ്ട ചേച്ചി. അല്ല, അത് വെച്ചോ, മോക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. വലിയ ഉപകാരം ചേച്ചി.